മുസ്ലിം ലീഗ് പ്രവേശന ചർച്ചകൾ സംബന്ധിച്ച് വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ 24-നൊപ്പം ചേരുകയാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ദീപക് തർമടമാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ദീപക് തർമടം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധി വരാൻ പോകുന്ന സമയത്ത് ഒരു പുതിയ രാഷ്ട്രീയ വിവാദം തുടങ്ങിയിരിക്കുന്നത് മുൻ മന്ത്രി ഇടതുമുന്നണിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ അഹമ്മദ് ദേവർകോവിൽ UDF-ലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു, ലീഗിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ, ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അഹമ്മദ് ദേവർകോവിൽ MLA തന്നെ 24-നൊപ്പം ചേരുകയാണ്. സ്വാഗതം. തെരഞ്ഞെടുപ്പ് വിധി വരാൻ പോകുന്ന സമയത്ത് ഒരു പുതിയ വിവാദമാണ്. അങ്ങ് ലീഗിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു, എന്താണ് വസ്തുത? വാർത്തകളില്ലാത്തപ്പോൾ പുതിയ വാർത്തകൾ സൃഷ്ടിക്കണമല്ലോ, അതിൻ്റെ ഭാഗമായുള്ള ഒരു വാർത്ത മാത്രമാണത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് INL. അതിൻ്റെ മന്ത്രിയായി 2.5 വർഷം ഇരുന്ന ആളാണ്. ഒരു സാഹചര്യത്തിലും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ചിന്തയും എൻ്റെ മനസ്സിലൂടെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ തെറ്റായ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനോടൊപ്പം പുറത്തു വന്ന ആളുകളാണ് ഞങ്ങൾ. മുസ്ലിം ലീഗ് പഴയതിൽ നിന്നും വളരെ മോശമായി കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിലവിലില്ല. ഈ ഇത്തരം ഒരു പ്രചരണം വന്ന സാഹചര്യം ഏതാണ് ശരിക്കും? അങ്ങ് അത് പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ണാർക്കാട്ട് INL ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിക്ക് അവിടെയിട്ടുള്ള ഒരു പ്രധാന പള്ളിയിൽ സമസ്തയുടെ മുൻ പ്രസിഡന്റ് മരിച്ചു കിടക്കുന്ന ഒരു ഖബർസ്ഥാനുണ്ട്. അവിടെ ഒരു സന്ദർശനം ഞാൻ നടത്തിയിരുന്നു. ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില സമസ്തയിലെ ലീഗ് അനുകൂലികളായ ചില ആളുകൾ ചില ചാനലുകളെ വിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഞാൻ അവിടെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമാണ് ഞാൻ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതാണ്. അതോടൊപ്പം INL നിന്ന് പുറത്താക്കപ്പെട്ട ചില ആളുകൾ അതിനെ മറ്റു ചില തരത്തിൽ ട്വിസ്റ്റ് ചെയ്ത് ചില ബ്രേക്കിംഗ് ന്യൂസുകളാക്കി മാറ്റി പ്രചരിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകം INL-ലുണ്ട് എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ സമസ്തയുമായുള്ള തർക്കം യഥാർത്ഥത്തിൽ UDF-ന് വലിയൊരു തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ പോലും നൽകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം ദീർഘനാളായി സമസ്തയും മുസ്ലിം ലീഗും വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളായിരുന്നു. സമസ്തയിൽ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു. കാരണം നേരത്തെ സമസ്തക്കകത്തൊരു പ്രശ്നം ഉണ്ടാവുകയും AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം പുറത്തു പോവുകയും ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് കൂടുതൽ ആളുകൾ EK വിഭാഗത്തോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഇടക്കാലത്ത് ചില ഇടിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണവും മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്ത് പഴയ കാലത്തിരുന്നവരൊക്കെയും സമസ്തയുടെയും നേതാക്കളായിരുന്നു. അല്ലാത്ത ചില ആളുകൾ അതിന് നേതൃസ്ഥാനത്ത് വന്നപ്പോൾ അവർ സമസ്തയും ലീഗുമായുള്ള ബന്ധത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് വേണ്ടത്. ആരെയും ഭിന്നിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു പോളിസി അല്ലല്ലോ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് ലീഗിലേക്ക് പോകാൻ ചർച്ച ചെയ്തു എന്നൊക്കെ രീതിയിലാണ് KM ഷാജിയുടെയൊക്കെ പ്രതികരണം വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ വിദൂര സാധ്യത പോലും ഉണ്ടോ? KM ഷാജി ഞാനുമായി അത്ര അടുത്ത ബന്ധമുള്ള ഒരാളൊന്നുമല്ല. ഒരുപാട് കാലമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ. പിന്നെ മുസ്ലിം ലീഗായിട്ട് ഞങ്ങൾക്കറിയാലോ, അതായത് പഴയ അഖിലേന്ത്യാ ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ. എല്ലാ കാലത്തും സുലൈമാൻ സേഠ് പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ മുസ്ലിം ലീഗിനകത്ത് ഒരു പിളർപ്പുണ്ടായിരുന്നു. അന്ന് സെയ്ദ് ഉമർ ബാഫക്കിത്തങ്ങളും അതുപോലെ തന്നെ KE സാഹിബും ഒക്കെ നേതൃത്വം കൊടുത്ത് MK ഹാജി സാഹിബൊക്കെ നേതൃത്വം കൊടുത്ത് ഈ ഭാഗത്തോടൊപ്പമാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അടിയന്തരാവസ്ഥയിൽ പോലും അതിനെതിരായി പ്രബന്ധം എഴുതിയതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ ഒരിക്കലും ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ അകത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള പുതിയ ചില പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഷാജി ഇതിലൂടെ നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ സംഘടനക്കകത്തുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് പോരെ മറ്റ് ആളുകൾ കുതിര കയറാനൊന്നും കൂടി സാന്ദർഭികമായി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. താങ്ക് യു SKN. വളരെ കൃത്യമായി തന്നെ അഹമ്മദ് ദേവർകോവിൽ പറയുന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയ പ്രചരണം മാത്രമാണ്, വാസ്തവമായി ഒരു പുലബന്ധവുമില്ല എന്നുള്ളതാണ് അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കുന്നത്. SKN.
ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.